ഹലോ ഗൈസ്, ഇതിനു മുമ്പിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. വിത്തിൻ 2 കിലോമീറ്റർ ഞങ്ങളുടെ നാട്ടിലെ എന്തൊക്കെ സംഭവങ്ങളാണ് അട്രാക്ഷൻ ആയിട്ടുള്ളത് എന്നറിയാൻ വേണ്ടി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ബാക്കി ഭാഗമാണ് ഇനി കാണാൻ പോകുന്ന വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടീൽസ് ഓഫ് യുമ. ഇതിനു മുമ്പ് ഇട്ടിരുന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് പോയി കണ്ടിട്ട് നേരെ ഈ വീഡിയോയിലേക്ക് വാ. അങ്ങനെ പ്രോ റൈഡർ ജിൻസിയുടെ കൂടാണ് ഞാനിപ്പോൾ പോകുന്നത്. ജിൻസിയുടെ മാസ്മരിക പ്രകടനം എല്ലാം ഈ വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനശ്രീ റിസോർട്ടാണ്. ഇത് എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 5ാം ക്ലാസ് പഠിക്കുന്ന ടൈം തൊട്ട് ഈ വാനശ്രീ റിസോർട്ടിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ആ റിസോർട്ട് പൂട്ടിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കംപ്ലീറ്റ് ചെയ്തില്ല, പകുതിയോളം നിർത്തിയിട്ടു. പിന്നീട് കുറച്ച് കഴിഞ്ഞു പണിഞ്ഞു. അങ്ങനെ കംപ്ലീറ്റ് ആവാത്തൊരു റിസോർട്ടാണത്. ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പിട്ട്. അപ്പോൾ കുറേ ലക്ഷറീസ് ആയിട്ടുള്ള റൂമുകളും പിന്നെ ഒരു ശിവൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട് ഇതിൻ്റെ അകത്ത്. ശിവൻ്റെ സ്റ്റാച്യുവിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നദി പോലെ അവർ കെട്ടിയെടുത്തിട്ടുണ്ട്. അതിനകത്ത് ബോട്ട് റൈഡിങ് ഒക്കെ ചെയ്യാം. അടിപൊളി ഒരു റിസോർട്ടാണത്. പണി കഴിയുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ് റിസോർട്ടിൻ്റെ പണി തീരാൻ വേണ്ടി. റിസോർട്ട് കാണാമല്ലോ, നമുക്ക് പോവുകയൊക്കെ ചെയ്യാമല്ലോ. എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിൽ അവിടെ നടത്താനൊക്കെ സൗകര്യമല്ലേ. അത് കഴിഞ്ഞ് നേരെ മുരുകൻ്റെ അമ്പലത്തിലേക്ക്, കാർത്തികമംഗലം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇത് ഫേമസ് ഒരു മുരുകൻ്റെ കോവിലാണ്. ഇവിടെ എല്ലാ വർഷവും കാവടിയാട്ടം ഉണ്ട്. 2 വർഷത്തിന് മുമ്പോട്ട് ഗരുഡത്തൂക്കും ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 1,00,000 ദീപങ്ങൾ ഇവിടെ കത്തിച്ച് ഒരു വലിയൊരു ആഘോഷം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ അമ്പലത്തിന് കുറേയേറെ പ്രത്യേകതകളുണ്ട്. ഈ അമ്പലം എപ്പോഴും പളനി അമ്പലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. ഇവിടെ എന്തെങ്കിലും പൂജകളോ അല്ലെങ്കിൽ ഉത്സവങ്ങളൊക്കെ നടക്കണമെങ്കിൽ പളനിയിൽ പോയി ചെന്ന് പറഞ്ഞ് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. അതിനൊരു ചരിത്രം കൂടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പിട്ട് ഇവിടുന്ന് 3-4 പേര് കാൽനടയായിട്ട് പളനിയിലോട്ട് പോയായിരുന്നു. ആ സമയത്ത് അതിനകത്ത് ഒരാളാണെങ്കിൽ പളനിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടു. അപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തിയത് പളനിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പൂജകളെല്ലാം ചെയ്ത് തിരിച്ച് അവർ ബാക്കി 3 പേരും കൂടെ വന്നപ്പോൾ പളനിയിൽ നിന്ന് തന്നെ മുരുകൻ്റെ ഒരു ഫോട്ടോയും കൊണ്ടാണ് വന്നത്. എന്നിട്ട് ആ മരിച്ച വീട്ടിൽ ആ മുരുകൻ്റെ ഫോട്ടോ കൊടുത്തു. അങ്ങനെ അത് അവർ പൂജാമുറിയിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. കുറേ നാൾക്ക് ശേഷം മുരുകൻ്റെ ശക്തി ആ ഫോട്ടോയിൽ വന്ന് ആ മരിച്ച ആളുടെ ഓഹരിയാണ് ഈ വസ്തു. ആ വസ്തുവിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. അങ്ങനെ ആ ഫോട്ടോയിലെ മുരുകനെ ഈ അമ്പലത്തിലോട്ട് മാറ്റി പുനഃപ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നാഗപൂജ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ കണ്ടപ്പോഴും നാഗപൂജ ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിനകത്തുള്ള വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പളനിയിലെ മുരുകൻ്റെ സെയിം വിഗ്രഹമാണ് ഈ അമ്പലത്തിലുള്ളത്. യാതൊരു തരത്തിലുള്ള വ്യത്യാസമൊന്നുമില്ല. അവിടുത്തെ സെയിം സ്റ്റാച്യു തന്നെയാണ് ഇവിടെയും അകത്ത് വെച്ചിരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലായിരുന്നോ, ഏകദേശം 1,00,000-ഓളം ദീപങ്ങൾ വെച്ച് ഈ അമ്പലം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളിത് കണ്ടോ, എന്തോരോ ദീപങ്ങളാണ് അലങ്കരിച്ച് വെച്ച് അമ്പലം അടിപൊളിയാക്കി വെച്ചേക്കുന്നതെന്ന് നോക്ക്. എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാണെന്നറിയാം. എത്ര ദിവസങ്ങൾ കൊണ്ടാണ് അവർ ആ വിളക്കെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ ദീപങ്ങളെല്ലാം കത്തിച്ച്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പളനിയിലുള്ള തന്ത്രിയാണ്. സാധാരണ അദ്ദേഹം അങ്ങനെ എങ്ങും പോവാറില്ല, പക്ഷേ ഈ അമ്പലമായിട്ടുള്ള ബന്ധം കാരണം അദ്ദേഹം ഇവിടെ വന്നു. ഇതാണ് ആ തന്ത്രി. വന്ന് പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ്, പിന്നെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തിട്ടാണ് പുള്ളി പോയത്. പിന്നെ ഇതിൻ്റെ ഒരു ഫുട്ടേജ് വീഡിയോ ഉണ്ട് കേട്ടോ. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിത് കണ്ടു നോക്ക്. അന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഈ രാവിലെയൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള പിള്ളേരെല്ലാം ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഇത് ദീപങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ആദ്യം വെക്കണം. പിന്നെ കത്തിക്കുവാണെങ്കിൽ തന്നെ ഒരു 4 മണിക്കൊക്കെ തുടങ്ങിയെങ്കിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് കത്തിച്ച് തീരാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാ ആൾക്കാരും പല സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തിച്ചോണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ
അമ്പലത്തിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ടെമ്പിളിലാണ്. മുകളിലാണെങ്കിൽ മുരുകൻ്റെ അമ്പലവും താഴെ മഹാവിഷ്ണുവിൻ്റെ ടെമ്പിള്. ഈ കരയുടെ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു മഹാവിഷ്ണുവിൻ്റെ ടെമ്പിൾ. ഒരു മലയുടെ തന്നെ ഒരു സൈഡും അപ്പുറത്തെ സൈഡുമായിട്ട് 2 ടെമ്പിളാണുള്ളൂ മഹാവിഷ്ണുവിൻ്റെ തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇവിടെ ആണെങ്കിൽ എല്ലാ വർഷവും പ്രത്യേക ഒരു ദിവസം തിരുവാതിരക്കളിയുണ്ട്. ഈ നാട്ടിലെ സ്ത്രീകളെല്ലാം കൂടെ ടെമ്പിളിൻ്റെ മുൻവശത്തായിട്ട് തിരുവാതിര കളിക്കും. കുട്ടികളും കൂടെ ചേർന്നിട്ടാണ് കളിക്കുന്നത് കേട്ടോ. ആദ്യം മുതിർന്ന സ്ത്രീകളും പിന്നെ കുഞ്ഞു കുട്ടികളും പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് തിരുവാതിര കളിക്കും. അത് കാണാൻ തന്നെ നല്ലതാ. പക്ഷെ എൻ്റെ കയ്യിൽ ആ വീഡിയോ നഷ്ടപ്പെട്ടു പോയി, എല്ലാവരും ഞാൻ അറ്റാച്ച് ചെയ്തേനെ. ഇത് കോഴിയല്ലടി, ഇത് താറാവാടി. അരുത് 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 അരുത്. ഞാൻ എൻ്റെ പ്രോ ഡ്രൈവറിനെ കൊണ്ടാ നടക്കുന്നത്. പ്രോ ഡ്രൈവർ ഓടിക്കുന്ന ഓട്ടോ. ജിൻസിയുടെ പ്രകടനത്തിന് ശേഷം ഞങ്ങൾ മെയിൻ റോഡിലോട്ട് എത്തി. യാത്രകൾ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 കിലോമീറ്ററിനുള്ളിൽ എന്തോരം അമ്പലങ്ങൾ, എന്തോരം പള്ളികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളിതിനെപ്പറ്റി അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള കൾച്ചറാണ്. പക്ഷേ അതിനെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് എല്ലാവരിലും എത്തട്ടെ എന്ന് വിചാരിക്കുന്നത്. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് 100 മീറ്ററിനുള്ളൊരു ചർച്ചാണ് AG ചർച്ച്, ബെന്തിക്കോസ്ത് ചർച്ചാണ്. അങ്ങനെ ബാക്കിയുള്ള യാത്രകളുടെ വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള കുറച്ച് അട്രാക്ഷൻസ് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനി ലെഫ്റ്റ് സൈഡിലുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. അതുമായിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരും. പാർട്ട് സിക്കായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യണം. നിങ്ങളത് കാണണം. എനിക്ക് വീഡിയോസ് എല്ലാം കണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ പുതിയ കാഴ്ചകളുമായിട്ട് ഉടൻ തന്നെ വരാം. എന്നാൽ പിന്നെ ശരി, ഓക്കെ, ബൈ.